ദൈവത്തോടുള്ള സ്നേഹവും ഭയവും ഭക്തിയുമാണ് നമ്മെ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവവചനത്തിലുള്ള പരിജ്ഞാനമാണ് ശത്രുവിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും സൂക്ഷിച്ചൊഴിയുവാൻ നമ്മെ സഹായിക്കുന്നത്. ദൈവത്തോട് സഖ്യത്വം ആഗ്രഹിക്കുന്നവർ പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ തിരസ്കരിക്കും. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ദൈവത്തെ പൂർണ്ണമായും അനുസരിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. എന്നാൽ ദൈവം സ്വന്തം കരങ്ങളാൽ മെനഞ്ഞ് തൻ്റെ ശ്വാസത്താൽ ജീവൻ നൽകിയ ആദിമ മനുഷ്യരായ ആദമും ഹവ്വയും ദൈവത്തിൻ്റെ സാമീപ്യം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. ദൈവവുമായി നേരിട്ട് എന്നും സംസാരിച്ചു കൊണ്ടിരുന്നവരാണ്. എന്നാൽ പാപത്തിൻ്റെ പ്രലോഭനം വന്നപ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടും അതിനു മുതിരാതെ പാപത്തിൻ്റെ വശീകരണത്തിൽപ്പെട്ടു. ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള കൽപ്പനപ്രകാരം ശത്രുവിൻ്റെ ആലോചനയെ ആദ്യ വാക്കിൽ തന്നെ അവർ തള്ളിക്കളയേണ്ടതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകളെ അവർ അവിശ്വസിച്ചു. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ദൈവം അവരുടെ ആത്യന്തികമായ നന്മയ്ക്കായി അവരോട് അരുളി ചെയ്ത കൽപ്പനയെ അവർ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞു. ജീവൻ ലഭിച്ച ആദ്യ നിമിഷം മുതൽ അവർ കാണുന്നു, കേൾക്കുന്നു എന്ന കേവല പരിചയത്തിനുപരിയായി ദൈവത്തോടുള്ള അവരുടെ സ്നേഹവും വിശ്വാസവും ആഴമുള്ളതായിരുന്നില്ല എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ അവർ ഉത്സാഹിച്ചില്ല. ദൈവം ആരാണെന്നുള്ള യഥാർത്ഥമായ തിരിച്ചറിവ് അവർക്കുണ്ടായില്ല. ശത്രുവിൻ്റെ തന്ത്രത്തിൽ അവർ കുടുങ്ങി ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുതലിനെ എല്ലാം അവർ മറന്നു. ദൈവത്തിന് വിരോധമായി അവർ പാപം ചെയ്തു. മനുഷ്യകുലത്തിൻ്റെ ഗതിവിഗതികളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഭൂമിയുടെയും അതിലുള്ള സകല സൃഷ്ടികളുടെയും സ്വസ്ഥതയെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ മനുഷ്യനെന്ന് ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു. മനുഷ്യനും ഭൂമിയും അതിലുള്ള സകലതും ശപിക്കപ്പെട്ടു. പാപത്തിൻ്റെ അനന്തരഫലം എത്ര ഭീകരമെന്ന് തിരിച്ചറിയുക. ഏദൻ തോട്ടത്തിലുള്ള സകല ഫലങ്ങളും മനുഷ്യർക്ക് വേണ്ടി തന്നെ ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ 2 വർഷത്തിൻ്റെ ഫലം അവർക്ക് അന്ന് വിലക്കിയിരുന്നു. അതിൻ്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പക്വത എത്തും വരെ ചില കാര്യങ്ങൾ നമ്മൾ അവർക്ക് വിലക്കുന്നത് അവരുടെ ആത്യന്തിക നന്മയ്ക്കായിട്ടാണ്. അത് മാതാപിതാക്കളുടെ തങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെ ആധിക്യം കാരണമാണ്. ഇതുപോലെയാണ് ദൈവം ആ 2 ഫലങ്ങൾ ആദിയിൽ അവർക്ക് വിലക്കിയത്. എന്നാൽ അവർ ദൈവത്തിൻ്റെ സ്നേഹത്തെ, കരുതലിനെ മനസ്സിലാക്കിയില്ല. അവർ ദൈവത്തിൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞു. ദൈവം അവർക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ അവരിൽ ആത്മമരണം സംഭവിച്ചു. ദൈവ സാന്നിധ്യം അവർക്ക് നഷ്ടപ്പെട്ടു. തേജസ്സിൻ്റെ വസ്ത്രവും അവർക്ക് നഷ്ടമായി. ദൈവത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് അവർ നിഷ്കാസിതരായി. കാരണം ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുക സാധ്യമല്ല. മാത്രമല്ല, ദൈവസ്നേഹത്തെ അവിശ്വസിച്ച് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് പാപത്തിന് അധീനരായ മനുഷ്യൻ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തേ മതിയാവൂ. നിത്യജീവനായ പരമപരിശുദ്ധനായ ദൈവത്തിന് പാപിയായ മനുഷ്യനെ ആ നിലയിൽ ഇനി സ്വീകരിക്കുന്നതിന് കഴിയില്ല. സർവജ്ഞാനിയായ ദൈവം തൻ്റെ അനന്തജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നൽകിയ കൽപ്പനകളെ അനുസരിക്കുന്നത് അവരുടെ ആത്യന്തിക നന്മയ്ക്ക് അത്യാവശ്യമായിരുന്നു. ദൈവം വെറുതെ ഒന്നും പറയില്ല. ദൈവത്തിൻ്റെ ഓരോ വാക്കുകൾക്കും മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട്. എന്നാൽ മനുഷ്യൻ തനിക്ക് ബോധിച്ചതനുസരിക്കുകയും ബാക്കിയുള്ളത് സൗകര്യം പോലെ തള്ളിക്കളയുകയും ചെയ്യുന്നു. അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ച് മനുഷ്യൻ ഇപ്പോൾ ബോധവാനാകുന്നില്ല. എന്നാൽ ദൈവകൃപയാൽ തിരിച്ചറിവ് പ്രാപിക്കുന്നവർ ദൈവസന്നിധിയിൽ തങ്ങളുടെ വീഴ്ചകൾ ഏറ്റുപറയുകയും ദൈവകൃപയ്ക്കായി ദൈവത്തോട് അപേക്ഷിക്കുകയും വേണം. സദൃശവാക്യങ്ങൾ 28:13 ഇങ്ങനെ പറയുന്നു: തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എന്നാൽ ആദമും ഹവ്വയും അതിന് തയ്യാറായില്ല എന്ന് നാം കാണുന്നു. തെറ്റ് ചെയ്തതിനെക്കുറിച്ച് ദൈവം അവരോട് ചോദിച്ചപ്പോൾ തങ്ങൾക്ക് തെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് അവർ പറയുവാൻ തയ്യാറായില്ല. പകരം മറ്റുള്ളവരിലേക്കും സാഹചര്യങ്ങളിലേക്കും അവർ പഴിചാരുന്നതായി കാണുന്നു. യോബ് ഈ വിഷയം 31-33 ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്: ഞാൻ ആദമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചുവെങ്കിലെന്ന്. ഹോശേയ പ്രവചനത്തിൽ ദൈവം കൃത്യമായി ആദമിൻ്റെ പാപം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അവർ ആദം എന്നപോലെ നിയമത്തെ ലംഘിച്ചു, അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തോട്ടം കാക്കുവാനും ദൈവം അവർക്ക് നൽകിയ നിയമം കാക്കുവാനും ആദമും ഹവ്വയും ബാധ്യസ്ഥരായിരുന്നു. എന്നാൽ അവർ തോട്ടം കാത്തില്ല. ശത്രു അതിൽ കയറി ദുരുപദേശം അവർക്ക് നൽകി. അവർ അത് സ്വീകരിച്ചു. ദൈവം നൽകിയ ഉപദേശം അവർ ലംഘിച്ചു. ഇന്ന് തൻ്റെ രക്തത്താൽ യേശുക്രിസ്തു സ്ഥാപിച്ച സഭ എന്ന തോട്ടത്തിൽ കർത്താവ് നമ്മെ ആക്കി വെച്ചു. ഓരോ നിമിഷവും അനുസരിച്ച് പോകേണ്ടതിന് ദൈവഹിതം വചനമായി നമ്മുടെ കയ്യിൽ തന്നു. അത് വായിച്ച് ഗ്രഹിച്ച് അനുസരിച്ച് വിശുദ്ധിയോടെ സഭയിൽ ദൈവ സാന്നിധ്യത്തിൽ നാം ജീവിക്കണമെന്ന് ദൈവം കൽപ്പന തന്നതാണ്. എന്നാൽ ദൈവവചനം ഗൗരവത്തോടെ പഠിക്കുകയും അനുസരിക്കുകയും ചെയ്യുവാൻ തയ്യാറാകാതിരുന്നവരുടെ നടുവിലേക്ക് കാലക്രമേണ ദുരുപദേശങ്ങൾ നുഴഞ്ഞു കയറി. തൽഫലമായി ദൈവഹിതത്തിന് തീർത്തും വിപരീതമായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി മനുഷ്യൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് പുറത്തായി. ഇന്ന് കാണുന്ന പല സംഘടനകളും ദൈവസഭയുടെ വിലാസത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനുള്ളിലില്ല. അതുകൊണ്ട് തന്നെ അത് ദൈവസഭ അല്ലാതായിരിക്കുന്നു. എന്നാൽ ആ തിരിച്ചറിവില്ലാതെ സാമാന്യ ജനം വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ ഒരു അപജയത്തിന് സാധ്യതയുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ വ്യക്തമായ മുന്നറിയിപ്പ് ഇങ്ങനെ നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. നമുക്കറിയാം, യേശു എന്നാൽ രക്ഷകൻ എന്നാണ് അർത്ഥം. കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു നാമം തങ്ങളെ രക്ഷിക്കുമെന്ന് ആരെങ്കിലും മറ്റൊരു സുവിശേഷം പറയുമ്പോൾ അത് വിശ്വസിച്ച് അംഗീകരിച്ച് ക്രിസ്തുവിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ സഭയല്ല. അത് മനസ്സിലാക്കുക. യേശു കർത്താവിനെ അല്ലാതെ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ഏതൊരു വ്യക്തിയുടെയും നാമം വിളിച്ചപേക്ഷിച്ച് രക്ഷിക്കണേ എന്ന് പറയുന്നതിലൂടെ ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ടുമാറി മ്ലേച്ഛമായ പാപം പ്രവർത്തിക്കുന്നതായി ദൈവം കണക്കാക്കുന്നു. ഗൗരവത്തോടെ മനസ്സിലാക്കുക. ഇത് സാത്താൻ്റെ വഞ്ചനയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ് വ്യക്തമായി പറയുന്നു, വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി നമുക്ക് ദൈവം ലഭ്യമാക്കിയിരിക്കുന്ന ദൈവവചനത്തിന് വിരുദ്ധമായി ആര് തന്നെ വന്ന് എന്തു വിശേഷം പ്രസംഗിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനാണെന്ന്. ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. യേശു കർത്താവാണ് സഭയെ പണിതുകൊണ്ടിരിക്കുന്നത്. പാതാള ഗോപുരങ്ങൾക്ക് സഭയെ ജയിക്കുവാൻ കഴിയില്ല. ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കുള്ളിൽ നിലനിൽക്കില്ല. പരിശുദ്ധാത്മാവാണ് സഭയെ ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ ദൈവവചന വിരുദ്ധമായ ഒരു വിശ്വാസവും ആചാരവും ദൈവസഭയ്ക്കുള്ളിൽ ദൈവം അനുവദിക്കില്ല. ഇന്ന് ഓരോരുത്തരും വിശ്വസിക്കുകയും ആചരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ എവിടെയെങ്കിലും ദൈവം അനുവദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ല എങ്കിൽ തെറ്റുകൾ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞുപേക്ഷിച്ചാൽ കർത്താവ് തൻ്റെ പുണ്യാഹ രക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ സഭയോട് അവരെ ചേർക്കും. പക്ഷേ വിശ്വസിച്ച് ആചരിച്ച് വരുന്നതെല്ലാം ലംഘനങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടും വചനവിരുദ്ധമായ നിലപാടുകളിൽ തുടരുന്നവർ എല്ലാ കാലത്തും ദൈവസഭയ്ക്ക് പുറത്ത് തന്നെയായിരിക്കും. ദൈവസാന്നിധ്യം എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെടും. വെളിപ്പാട് പുസ്തകത്തിൽ കൃത്യമായി ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, വചനം വായിച്ച് മനസ്സിലാക്കുക, ദൈവത്തെ അനുസരിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.